ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പുഴുങ്ങിയ മുട്ട വെച്ച് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. നോമ്പ് തുറക്കുന്ന സമയത്തേക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഈ സ്നാക്സിലേക്കുള്ള ഫില്ലിങ് ഞാൻ വെറും 2 പുഴുങ്ങിയ മുട്ട വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാൻ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ഇളം ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണെങ്കിലും ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. 1/4 ടീസ്പൂണ്. അപ്പോൾ ഈസ്റ്റ് എടുക്കുന്നതിൻ്റെ ഇരട്ടി പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതായത് 1.5 ടീസ്പൂൺ പഞ്ചസാര ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഒരുപാട് സമയം വെക്കണ്ട. സാധാരണ ഈസ്റ്റ് ആണെങ്കിൽ ഒരു 15 മിനിറ്റോളം വെക്കാം കേട്ടോ. വേറൊരു ബൗളിൽ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. പാം ഓയിലിനാണെങ്കിലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ എടുക്കരുത്. എന്നിട്ട് നമുക്ക് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഓയിൽ ഈ മൈദയുടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഈസ്റ്റും പാലും കൂടെ ചേർത്തിട്ടുള്ള മിക്സില്ലേ, അത് കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നമുക്ക് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പാല് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു പാലില്ല, അത് ഈ 1.5 കപ്പ് മൈദയിലേക്ക് കറക്റ്റാണ് കേട്ടോ. എന്നാലും കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് കുഴച്ചെടുക്കുകയാണ് നല്ലത്. ചിലപ്പോൾ അധികമായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ തൂവിയിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കാം. നമ്മളിത് എത്രത്തോളം കുഴക്കുന്നു അത്രത്തോളം നമ്മുടെ സ്നാക്ക് സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ബൗളിൽ കുറച്ച് എണ്ണ ഒന്ന് പുരട്ടിയതിന് ശേഷം അതിലേക്ക് ഈ കുഴച്ചെടുത്ത മാവ് വെച്ച് കൊടുക്കുക. മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഓയിൽ പുരട്ടുന്നത്. മാവിൻ്റെ മുകളിലും കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് നമുക്കിത് മൂടി വെക്കാം. ഒരു 2 മണിക്കൂർ നേരം മാവ് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. 2 മണിക്കൂറിന് ശേഷം മാവ് കണ്ടോ ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ചെറിയ ഓരോ ഉരുള എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് റോൾ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ഏത് ഷേപ്പിലാണ് ഞാനിപ്പോൾ റെഡിയാക്കുന്നതെന്ന്. ഷേപ്പൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൾ ഷേപ്പിലാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒന്നിങ്ങനെ നീട്ടി ഉരുട്ടി ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. ഈ മാവ് വെച്ചിട്ട് മുഴുവനായിട്ടും ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് മൊത്തം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കോഴിമുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളിവിടെ ഉരുട്ടി വെച്ചിട്ടുള്ള മാവില്ലേ, അത് ആ കോഴിമുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ ആ ബ്രെഡ് ക്രംസ് ഒന്ന് പരത്തി ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിൽ ഒരു 4 ഇതുപോലെ കോഴിമുട്ടയിൽ മുക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് കൈ ഒന്ന് തുടച്ചതിന് ശേഷം ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കുകയാണ്. ഓരോന്നും നമ്മൾ കോഴിമുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസ് കൊണ്ട് ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുമ്പോൾ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് തന്നെ ചീത്തയായി പോവും. അപ്പോൾ കൈ ഒന്ന് തുടച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാടെണ്ണം ഈ ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ കോഴിമുട്ട ഇങ്ങനെ ആയിട്ട് കട്ട കെട്ടും കേട്ടോ. അപ്പോൾ ഞാനെല്ലാം ഇതുപോലെ ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓയിൽ നല്ല പോലെ ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് നമ്മളിവിടെ ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുത്തിട്ടുള്ള മാവില്ലേ, അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വെരി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ മുകളിലുള്ള ബ്രെഡ് ക്രംസ് പെട്ടെന്ന് കരിയുകയും ചെയ്യും, മാവ് വെന്തിട്ടും ഉണ്ടാവില്ല. അപ്പോൾ കുറഞ്ഞ തീയിൽ ഒരു 15 മിനിറ്റോളം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ആ സമയം കൊണ്ട് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. 1 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞതും, ഒരു 2 ടേബിൾ സ്പൂൺ ക്യാബേജ് നീളത്തിൽ അരിഞ്ഞതും, പിന്നെ കുറച്ച് കക്കരിക്ക, തക്കാളി, മല്ലിയില. അപ്പോൾ വെജിറ്റബിൾസൊക്കെ വളരെ കുറച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് വെജിറ്റബിളാണോ കൂടുതൽ ഇഷ്ടം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെജിറ്റബിൾസ് എടുക്കാം.
അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ വീതമൊക്കെയാണ് കേട്ടോ ഓരോന്ന് എടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു ബണ്ണ് ഇതാ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വെജിറ്റബിൾസിൻ്റെ കൂട്ടിലേക്ക് ഒരു നാരങ്ങയുടെ പകുതിയിൽ നിന്നും കുറച്ച് നീര് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 പുഴുങ്ങിയ കോഴിമുട്ട നീളത്തിൽ മുറിച്ചെടുത്തതാണ് കേട്ടോ ചേർക്കുന്നത്. മഞ്ഞക്കറി ഒന്നും കളയണ്ട, മൊത്തത്തിൽ നീളത്തിൽ മുറിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മയോണൈസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മയോണൈസാണ്. മയോണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഒരുപാട് റെസിപ്പീസിലും പിന്നെ സെപ്പറേറ്റ് ആയിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ബണ്ണും നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 15 മിനിറ്റോളം നല്ലപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഉൾഭാഗമൊക്കെ വേവണമെങ്കിൽ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് ഈ ബണ്ണ് നല്ലപോലെ തണുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം. കണ്ടോ, ഇതുപോലൊരു കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. മുഴുവനായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യണ്ട കേട്ടോ. ഒരു 1/4 ഭാഗത്തോളം ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം അതിനുള്ളിലായിട്ട് കുറച്ച് ടൊമാറ്റോ സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടൊമാറ്റോ സോസ് ഇതിൻ്റെ ഉള്ളിൽ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതിനുള്ളിലേക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഇല്ലേ, അത് ആവശ്യത്തിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം. അപ്പം ഇങ്ങനെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കിയ ആ ഒരു ബണ്ണും ഈ ഒരു ഫില്ലിങ്ങും കറക്റ്റായിരുന്നു കേട്ടോ. കുറച്ച് പോലും ഫില്ലിങ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോന്നും റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്